റിസർവ് ബാങ്കിന്റെ കൊച്ചി ഓഫീസിൽ വനിതാ ദിനം ഉദ്ഘാടനം ചെയ്യാൻ ഭീകരവാദ കേസിലെ പ്രതി കെ ഷാഹിന എത്തിയത് കൂടുതൽ വിവാദത്തിലേക്ക്. ഭീകരാക്രമണ കേസിൽ വിചാരണ നേരിടുന്ന അബ്ദുൽ നാസർ മദനിയുടെ കേസിലെ കൂട്ടുപ്രതിയാണ് മാധ്യമപ്രവർത്തക കൂടിയായ കെ ഷാഹിന. ഭീകരാക്രമണ കേസിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി എന്നതാണ് UAPA ചുമത്തിയ ഇവർക്കെതിരായ കുറ്റം. കെ ഷാഹിന എങ്ങനെ റിസർവ് ബാങ്ക് പരിപാടിക്ക് കൊച്ചി ഓഫീസിൽ എത്തി എന്നത് ഇപ്പോൾ സംഘപരിവാർ ഇടങ്ങളിലാണ് ഏറെ വിവാദമാകുന്നത്. ഒന്നാമതായി, ഭീകരവാദ കേസ് പ്രതി കെ ഷാഹിന റിസർവ് ബാങ്കിന്റെ ഉള്ളിൽ നടന്ന പരിപാടിയാണ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തത്. രണ്ടാമതായി, ഭരണഘടനാ സ്ഥാപനമായ റിസർവ് ബാങ്കിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പരിപാടിയിലാണ് കെ ഷാഹിന എത്തിയത്. ഇതുവഴി UAPA കേസിൽ വിചാരണ നേരിടുന്ന പ്രതിയെ സെലിബ്രിറ്റി പരിവേഷം നൽകുകയാണ്. റിസർവ് ബാങ്കിൽ എങ്ങനെ ഇത് നടന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. ഷാഹിനെ ക്ഷണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഹിന്ദു ഐക്യവേദി, കേന്ദ്ര ആഭ്യന്തര ധന മന്ത്രാലയങ്ങൾക്ക് പരാതി നൽകും. RBI ഉദ്യോഗസ്ഥർ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ കേന്ദ്ര തലത്തിൽ നിന്നും നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഭീകരവാദത്തിനെതിരെ വൻ പോരാട്ടം കേന്ദ്ര സർക്കാർ നടത്തിവരുമ്പോഴാണ് UAPA കേസ് പ്രതി റിസർവ് ബാങ്കിലെത്തി ഉദ്ഘാടക ആയത്. കെ ഷാഹിനയ്ക്കെതിരെ വൻ എതിർപ്പും സൈബർ ആക്രമണവും വന്നിട്ട് കഥാനായിക ആകട്ടെ നിശബ്ദമായി ഇരിക്കുകയാണ്. കെ ഷാഹിന ഒന്നും പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, നെറ്റ്വർക്ക് ഓഫ് വിമൻ ജേർണലിസ്റ്റ് സംഘടനയും പ്രതികരിച്ചിട്ടില്ല. നെറ്റ്വർക്ക് ഓഫ് വിമൻ ജേർണലിസ്റ്റ് സംഘടനയുടെ നേതാവ് കൂടിയാണ് കെ ഷാഹിന. എന്നിട്ടും ആ സംഘടന നിശബ്ദമാണ്. മാധ്യമപ്രവർത്തകയായ കെ ഷാഹിനയ്ക്കെതിരെ വൻ വിമർശനമുണ്ടാകുമ്പോൾ KUWJ ആകട്ടെ അകലം പാലിക്കുന്നു. ഈ വിഷയം KUWJ ചർച്ച ചെയ്തു എങ്കിലും തൽക്കാലം ഒന്നും മിണ്ടണ്ട എന്ന നിലപാടിലാണ് എന്നും അറിയുന്നു. കാരണം മുൻപ് സുരേന്ദ്രനെതിരെ KUWJ പ്രസ്താവന ഇറക്കിയ ശേഷം വൻ സൈബർ ആക്രമണം KUWJക്കെതിരെ ഉയർന്നിരുന്നു. അതിനാൽ തന്നെ കെ ഷാഹിനയുടെ വിഷയത്തിൽ പോയി ചാടി അടി വാങ്ങണ്ട എന്ന നിലപാടാണ് KUWJക്ക് ഉള്ളത്. ഹത്രാസ് ഭീകരാക്രമണ ശ്രമ കേസിൽ അറസ്റ്റുകൾ ഉണ്ടായ സമയത്ത് കെ ഷാഹിന ഭീകരക്കേസിലെ പ്രതികൾക്ക് വേണ്ടി രംഗത്ത് വന്നിരുന്നു. സിദ്ദിഖ് കാപ്പനെ ഉടൻ വിട്ടയക്കണം എന്ന പ്രസ്താവനയും ഇറക്കിയിരുന്നു. അതേസമയം മാധ്യമ മേധാവി അർണാബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. കെ ഷാഹിനയ്ക്കെതിരെ വൻ എതിർപ്പും സൈബർ ആക്രമണവും വന്നിട്ട് കഥാനായിക നിശബ്ദമായി ഇരിക്കുകയാണ്. കെ ഷാഹിന ഒന്നും പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, നെറ്റ്വർക്ക് ഓഫ് വിമൻ ജേർണലിസ്റ്റ് സംഘടനയും പ്രതികരിച്ചിട്ടില്ല. നെറ്റ്വർക്ക് ഓഫ് വിമൻ ജേർണലിസ്റ്റ് സംഘടനയുടെ നേതാവ് കൂടിയാണ് കെ ഷാഹിന. ഭീകരക്കേസിലെ പ്രതിയെ റിസർവ് ബാങ്ക് പരിപാടിക്ക് പങ്കെടുപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി 17-ന് റിസർവ് ബാങ്ക് കൊച്ചി ആസ്ഥാനം ഉപരോധിക്കുകയാണ്. പരാതികൾ നൽകാൻ ഹിന്ദു ഐക്യവേദിയും അഡ്വക്കേറ്റ് കൃഷ്ണരാജും മുന്നോട്ട് വന്നു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.